السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت له ولو كنت فظا غليظ القلب لانفضوا من حولك. صدق الله مولانا العلي العظيم. صنفان من أمتي إذا صلح الناس كلهم وإذا فسد الناس كلهم العلماء والأمراء. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, കർണാടക സ്റ്റേറ്റ് SMAയുടെ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദന തങ്ങളവറുകൾ, മറ്റ് സാദാത്തുക്കൾ, കർണാടക മുസ്ലിം ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ നേതൃത്വം അബൂ സുഫിയാൻ ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, SBSൻ്റെ ഈ ജില്ലയുടെ നേതൃത്വം, വൗസിയ അടക്കമുള്ള ഉമറ നേതാക്കൾ, വ്യത്യസ്ത മഹല്ലുകളിൽ നിന്ന് ആ മഹല്ലിന് ആത്മീയമായും ധാർമ്മികമായും നേതൃത്വം നൽകുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ജവാബ്ദാരികൾ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും ശേഷം നടന്ന നമ്മുടെ ഹമീദാജിയുടെ പ്രസംഗത്തിലൊക്കെ ഭാഷ അത് കന്നഡവും ഇത് മലയാളമാണെങ്കിലും സംഗതി രണ്ടും നമുക്കെല്ലാം തിരിയുന്നുണ്ടല്ലോ. SMAക്ക് ചെറിയ വയസ്സേ ഉള്ളൂ. ഇവിടെ കർണാടകത്തിൽ അത് രൂപീകൃതമായി വർഷങ്ങളെ ആയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 40 വയസ്സായ ആൾ ചെയ്യുന്ന പണി 6-7 വയസ്സാകുമ്പോൾ തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇവിടെയുള്ള സുന്നി സംഘടനകളിൽ പ്രവർത്തിച്ച അതിൻ്റെ ഒരു ഖാദിമ് എന്ന നിലക്ക് എല്ലാ സംഘടനകളുടെയും പരിപാടികളിൽ കൂടിയ അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഇത്രയും ഉമറാവിനെയും ഉലമാവിനെയും വരെ വേദിയിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ഈ ഒരു ശക്തി അത് SMAക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ വിളിച്ചതിന് വേണ്ടി നിങ്ങളെ
പൊക്കി ബഹുമാനം പറയുന്നതല്ല. എനിക്ക് നിങ്ങൾ വിളിക്കുമെന്ന് അറിയില്ല, ഞാനങ്ങനെ വിചാരിച്ചിട്ടുമില്ല. പിന്നീട് ഹൗസിയ യൂസുഫ് ഹാജി യൂസുഫ് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങനെയാണ് വരുന്നതും. അപ്പം ഞാൻ പറഞ്ഞു, അബൂ സുഫിയാൻ ഉസ്താദ് തങ്ങൾ ഉണ്ടല്ലോ, ഞാനതിന് ഏറാൻ കെട്ടിയിട്ട് വരണം അവിടെ നിന്ന്, കാസർഗോഡ് നിന്ന്. അല്ല, ഓറലുണ്ട്, നിങ്ങളും വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അള്ളാഹു ഈ ഇത്തിഫാക്കും ഐക്യവും യോജിപ്പും ഉത്തരവാദിത്വ ബോധവും അള്ളാഹു നിലനിർത്തി തരട്ടെ. സംഘടനകൾ ഉണ്ടാക്കുന്നിടത്തല്ല വിഷയം. സംഘടനകൾ എന്തും ആർക്കും ഉണ്ടാക്കാം. 4 ആൾ കൂടിയാൽ ഒരു സംഘടനയാവും. ഒരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, 3 മെമ്പർ, ഖലാസ്, കമ്മിറ്റിയായി. പിറ്റേന്ന് തന്നെ വാട്സപ്പിൽ വരും, ഇന്നാൾ പ്രസിഡന്റ്, സെക്രട്ടറി, അയാളെ ഫോട്ടോ സൈഡും വരും. പക്ഷേ അതിൻ്റെ ജവാബ്ദാരി വലിയ വിഷയമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 2 ഉത്തരവാദിത്വമുള്ളവരാണ്. ഒന്ന്, ഉമറായിൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ. മറ്റൊരു വിഭാഗം ഉലമാഇൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ. ഈ 2 വിഭാഗത്തെപ്പറ്റി തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി SMA പറ്റി പിന്നെ പറഞ്ഞു എന്ന് പറയാം. എൻ്റെ ഉമ്മത്തിൽ നിന്നിട്ട് 2 വിഭാഗം നന്നായാൽ സലഹന്നാസു കുല്ലുഹും, ജനങ്ങൾ മുഴുവനും നന്നായി. ഒരു നാട്ടിൻ്റെ ഉമറാവും ഉലമാവും നന്നായാൽ, എന്താ നന്നാകുക എന്ന് പറഞ്ഞാൽ ഈ സലാഹിയത്തിൻ്റെ മാന എന്താണ്? നല്ല ബോഡി ആവുക എന്നർത്ഥമാണോ? അല്ല നല്ല പൈസ ഉണ്ടാവുക എന്നർത്ഥമാണോ? വണ്ടിയും സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നാണോ ഈ സലാഹിയത്തിൻ്റെ അർത്ഥം? എന്താ? ഉലമാ നന്നാതെങ്കിൽ എങ്ങനെ? ഉലമാഇനി അള്ളാഹു ഏൽപ്പിച്ച ജവാബ്ദാരികൾ ആ ഉലമാ നിർവഹിക്കുമ്പോഴാണ് ആ ഉലമാ നന്നാകുക. അത് കൂടുതൽ ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഉസ്താദ് മഹലിനെ പറ്റി പറയുമ്പോൾ ഇവിടെ പറയും. ഞാൻ കൂടുതൽ ആ ഭാഗത്ത് കിടക്കുന്നില്ല. ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, അത് വിശ്വാസപരമായും അനുഷ്ഠാനപരമായും കർമ്മപരമായും ഏത് നിലക്കുള്ളതാവട്ടെ, അള്ളാഹുവിൻ്റെ ദീനിനെതിരായത് ഒരു നാട്ടിൽ നടക്കുമ്പോൾ ആ ആലിമ്, നിങ്ങൾ തന്നെയാണ് ആ ഉലമാക്കൾ. അത് ഖാദിയാർ വരട്ടെ, അല്ലെങ്കിൽ വലിയ മുദരിസ് ഉസ്താദ് വരട്ടെ എന്നൊന്നും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ തെറ്റാണെന്ന് ആ നാട്ടിൻ്റെ ഉമറാഇനെ ധരിപ്പിക്കൽ ഈ ഉലമാഇൻ്റെ ബാധ്യതയാണ്. ഇദാ ളഹറൽ ബിദഉ വസകത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അല്ലാഹു നമ്മളെ ഉലമാഇനെ നമ്മളെ അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിൻ്റെ ലഅനത്ത് കിട്ടിയ ആളാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഫഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു, നിനക്ക് എൻ്റെ ലഅനത്തുണ്ടോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെട്ടു ഇബ്ലീസിനെ. ആ ലഅനത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ ലഅനത്ത് ഒരു പണ്ഡിതനിക്ക് പരിശുദ്ധ ദീനിൻ്റെ അകത്ത് ദീനിൻ്റെ വിഷയത്തിൽ ഒരു മഹല്ലിൽ നടക്കുമ്പോൾ ആ പണ്ഡിതൻ ഒന്നും പറയാതെ എല്ലാവരെയും നോക്കി മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അത്തവസ്സുമു ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. ഈ സദഖ വാരിക്കൂട്ടിയിട്ട് ഈ പണ്ഡിതൻ കുത്തിരിക്കുന്നെങ്കിൽ ആ പണ്ഡിതനിക്ക് സദഖന്റെ പ്രതിമല്ല, അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഉമറാഇനെ, അവിടുത്തെ കമ്മിറ്റിക്കാരെ, ഉമറാക്കളെ
ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ആലിമായാൽ ആ ആലിമാണ് സ്വലാഹിയത്ത് ഇദാ സ്വലഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ ഉമറാഗ് നന്നാതെങ്കിൽ എങ്ങനെ? ഉമറാഗ് നന്നാവലെങ്ങനെ? ഈ ആലിമ് ഇന്ന വിഷയം ശറഇൽ തെറ്റാണ്, അത് നമുക്ക് അനുവദിച്ചു കൊടുത്തൂടാ എന്ന് ആലിമ് പറയുമ്പോൾ ആ കമ്മിറ്റി, ഉമറാ എന്ന് പറയുന്ന കമ്മിറ്റിക്കാർ അതൊന്നും ഇപ്പോൾ നിങ്ങൾ ചൊല്ലാൻ വരണ്ട ഉസ്താദെ, നിങ്ങൾ ഇപ്പോൾ ഇമാം മഹദി ഇമാമായിട്ട് നിങ്ങളെ വിളിപ്പിച്ചല്ല, നിങ്ങളെ പണിയെടുത്തിട്ട് തയ്ക്കറും. ചോറ്റിലെന്ത് കുറവുണ്ടാ? ചോറ്റിൽ ചോറ് വരുന്നതിൽ എന്ത് പ്രശ്നമുണ്ടാ? അതുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചു വെക്കറും. ശമ്പളം കുറവുകൂടി ഉണ്ടാ, അരിച്ചു വെക്കറും. കമ്മിറ്റിയിൽ ചർച്ച ആക്കാം. പിന്നെ നാട് ദീന് നടത്താൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചില്ല. ഈ മറുപടി ഒരു മാനേജ്മെന്റ് ഒരു ഉമറാഗ് പറഞ്ഞാൽ ആ ഉമറാഗ് സ്വലാഹിയത്തിന്റെ അഹിൽകാരിൽപ്പെട്ടവൻ അല്ല, അവൻ നല്ലവനല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു. അതേപോലെ ഈ തെറ്റായ കാര്യം ആ നാട്ടിൽ നടക്കുമ്പോൾ അതിനെപ്പറ്റി കാമാന്ന് പറയാതെ ഈ ആലിമ് അയാൾക്ക് കിട്ടിയ സൗകര്യത്തിൽ ചടഞ്ഞു കൂടുകയാണ് എങ്കിൽ ആ ആലിമും സലാഹിയത്തിന്റെ ആലിം അല്ല. പിന്നെയോ ഇദാ ഫസദ, ആ നാട്ടിലെ ഉലമാ ഫസാദായാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ജവാബ്ദാരി നിർവഹിക്കാത്ത പണ്ഡിതനായാൽ, അതിന് ചില മൈലാമാര് എന്നെ പോലത്തെ ആള് പറയുന്നുണ്ട്, ഞാനേ നേരായിട്ടില്ല, പിന്നെ വേറെ ആളെ നേരാക്കുന്ന പണി എനക്ക് വേണ്ട, നീ നേരാവാനുമില്ല നീ നേരാക്കുവാനുമില്ല, നീ അങ്ങനെ മരിച്ചിട്ട് പോകും, അള്ളാഹ് കാക്കട്ടെ. അങ്ങനെ അത് ശരി. അത് മൈലാമാരുടെ അടുത്തൊരു വാദമുണ്ട്, ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഇയാൾ വന്നാൽ കൊണക്കടതാണ്, വാഹിദ് മുത്തഹിലാവൽ ഷർത്തില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞു. വാഹിദ് മുത്തഹിലാവൽ ഷർത്തില്ല. പക്ഷേ പ്രിയപ്പെട്ട എൻ്റെ ഉലമാ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീൻ നമ്മിൽ അള്ളാഹു ഏൽപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ആ ഹിഫ്ള് തന്നെയാണ് നമ്മളിലൂടെ അള്ളാഹു ചെയ്യുന്നത്. അത് ജിബ്രീലിനെ അയച്ചിട്ട് അള്ളാഹ് ഹിഫ്ളാക്കിയല്ല, അള്ളാഹ് സംരക്ഷിക്കുകയല്ല, നമ്മൾ തന്നെയാണ് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ. അതുകൊണ്ട് എൻ്റെ പൊന്നുസ്താദുമാരോട്, ഒരു നാട്ടിൽ ഇദാ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഔ ബിലിസാനിഹി ഔ ബിഖൽബിഹി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, മുങ്കറാണ്, തെറ്റാണെന്ന് അറിയുന്നവരാരാണ്? ആലിമീങ്ങൾ. അവർ അത് വിലങ്ങുന്നില്ല, അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നില്ല എങ്കിൽ ഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ എന്ന് പറഞ്ഞ ആ നാട്ടിനെ ഫസാദാവാൻ, അവിടുത്തെ ദീൻ നശിക്കാൻ, അവിടുത്തെ കച്ചവടം പൊളിയുന്നല്ല ഇതിൻ്റെ അർത്ഥം. ആ നാട്ടിൻ്റെ ദീന് നശിച്ച്, ദീന് നശിക്കലോടുകൂടി ആ സമുദായം നശിച്ച്, ഈ നശിക്കാനുള്ള കാരണക്കാര് ഈ ഉലമാവും ഈ ഉലമാഇന്റെ ദീന് അനുസരിക്കാത്ത ഉമറാവുമാണ് ആ ദീന് നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് സ്വലാഹിയത്തുള്ള അഥവാ നന്നായാൽ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉലമാ ഉമറാണെന്ന് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട്? അല്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ വരാൻ കഴിയില്ല. നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, നിങ്ങളൊക്കെ ആ സ്വലാഹിയത്തിൻ്റെ നന്മയുടെ ഉലമാ ഉമറാ ആണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം, അതേതാണ്? ഉമറാഇൻ്റെയും ഉലമാഇൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യം. ലക്ഷ്യം എന്നിട്ട് എന്താ പറയുക? ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ, ഗുരി. മാഷാ അല്ലാഹ്. എന്താണ് ലക്ഷ്യം? നമ്മളെ മഖ്സൂദ്, നമ്മളെ ഉദ്ദേശം എന്താണ്?
ഒരു മദ്രസന്റെയും പള്ളിന്റെ ഉസ്താദിന്റെ ലക്ഷ്യം എന്താണ്? ഒരു മാനേജിംഗ് കമ്മിറ്റിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് ഹാജി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ നിൽക്കുന്നിടത്ത് വിജയമുണ്ട്, പ്രതികരിച്ചാൽ നാശമുണ്ട്. ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതിരുന്നാൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷാഫി ഇമാമിനോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ആളുകൾ ചീത്ത പറയുന്നല്ലോ, ഷാഫി കള്ളനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഭ്രാന്തനാണെന്നൊക്കെ പറയുന്നല്ലോ, നിങ്ങളൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഇമാം ഷാഫി തങ്ങൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര ആളാണ് നിങ്ങളെ പറയുന്നത്, നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നായ്ക്കളെ കണ്ടിനോ? നായ്ക്കളെ കണ്ടിനോ? കണ്ടിന്. എന്താ നായിൻ്റെ പണി? നായി കുറച്ചോണ്ടേയിരിക്കും. എപ്പോൾ നോക്കുമ്പോൾ കുറക്കുന്നു, കാലത്തെയും കൊടുക്കുന്നു, രാത്രിയും കുറക്കുന്നു, പാതിരാക്കടിക്കും അപ്പോഴും നായി കുറക്കുന്നു. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീരെ കുരക്കാതെ കോലാഹമുണ്ടാക്കാതെ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിനെ അറിയോ? നമുക്ക് പറയുമ്പോൾ തന്നെ പേടിയാകുന്നൊരു ജീവിയുണ്ട്. അതാരാ? സിംഹം. ആ സിംഹത്തിന് നൃത്തം കണ്ടില്ലേ? ഇന്നലെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും പറഞ്ഞില്ലേ, സ്പീക്കറോട് പറഞ്ഞു, എനക്ക് കൈ തരുമ്പോൾ ഇങ്ങനെ തന്ന് മോഡി കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു. ഞങ്ങൾ ഈ ദിനാവെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ കുത്തുപോകുന്ന മാത്രമല്ല, ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങളാ ടേറെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ആവശ്യം ഇപ്പോൾ പഠിക്കാണ്ടൊക്കെ നിവൃത്തിയില്ല. മുമ്പൊരു കാലത്ത് അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ട്. മുമ്പ് തന്നെ ഞാൻ ന്യൂസ് ഞമ്മ കേട്ടിട്ടായി. അതിന് ഇയാൾ മറുപടിയും പറഞ്ഞു, അത് ഞാൻ വയസ്സുള്ള ആളെ ബഹുമാനിച്ചാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടില്ല, അതുകൊണ്ട് ബഹുമാനിച്ച കുറവാണ്. ചോദിക്കുന്ന ആളെ ചോദിക്കുമ്പോഴും ഉത്തരം പറയാനും കഴിയും, അത് വേറെ വിഷയം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പൊ കാട്ടിൽ ഒന്നും പറയാതിരിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? സിംഹം. അയാളെ എല്ലാവർക്കും പേടി, പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ അവൻ്റെ അവസാനം. സിംഹം പ്രതികരിച്ചാൽ അവൻ്റെ അവസാനം. അതുപോലെ ഇവിടെയുള്ള ജമിയത്തുൽ ഉലമ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം പ്രതികരിച്ചാൽ അതോടുകൂടി ഹലാക്ക്, എതിരാളികൾ നശിച്ചു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കണ്ടമാനം പ്രതികരിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ ആരും ഇടപെടരുത്, പ്രതികരിക്കൂല. എവിടെ പ്രതികരിക്കണം, എവിടെ മറുപടി പറയണം, എവിടെ ഒച്ച വിടണം എന്ന് പരിശുദ്ധ ഇസ്ലാമിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഏത് വിഷയത്തിലും ഇടപെടുകയുള്ളൂ. പറയുമ്പോഴെല്ലാം തിരിച്ചു പറയാ, കുറക്കുമ്പോഴെല്ലാം കുറയ്ക്കുക, ആ പരിപാടി നമുക്ക് കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളിൽ വളരെ ശക്തമായി അല്ലാഹുവിൻ്റെ ആളുകളായി, ഹബീബായ റസൂലുള്ളാഹിന്റെ ആളുകളായി നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, പ്രതികരിക്കാതെ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ ശത്രുക്കൾക്ക് പേടി വന്നു. ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ മടങ്ങണം. എല്ലാവരും ശബ്ദിക്കാൻ വേണ്ടി തുടങ്ങിയ പിന്നെ ശബ്ദകോലാഹം തന്നെയായി, കേൾക്കാൻ ആരുണ്ടാവില്ല. അടക്കത്തിലുമുണ്ട് വലിയ മഹത്വം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഔസിനി യാ റസൂലുള്ളാഹ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലുള്ളാഹ്, ഹബീബായ നബിയെ ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ സംസാരം, എൻ്റെ നടത്തം, എൻ്റെ ജീവിതം എങ്ങനെയാവണം എന്ന് തങ്ങളൊരു വസിയത്ത് പറയണം. ഖാല വമൻ സമത ഫഖദ് നജാ. സുമ്മ ഖാല ഔസിനി യാ റസൂലുള്ളാഹ്. ഖാല വമൻ സമത ഫഖദ് നജാ. മൂന്നാം വട്ടം ചോദിക്കുന്നു, ഔസിനി യാ റസൂലുള്ളാഹ്. അപ്പോഴും പറഞ്ഞു, വമൻ സമത ഫഖദ് നജാ. സുബ്ഹാനല്ലാഹ്. 3 പ്രാവശ്യം ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരുത്തൻ അടങ്ങിയിരുന്നാലും രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട SMയുടെ
ഉലമ ഉമറ നേതൃത്വങ്ങളോട് വളരെ ആലോചിച്ചുകൊണ്ട് ആരാണ് ബുദ്ധിമാൻ? ഫൽ ആഖിലു, ബുദ്ധിമാൻ ആരാണ്? ഫൽ ആഖിലു യതഫക്കറു 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 ثم യതകല്ലമു. അല്ല ഉസ്താദുമാരങ്ങനല്ലേ? ഉറങ്ങിയ ചായയും ബിസ്ക്കറ്റും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു 11:30 മണിയാകുമ്പോൾ കൈലൂരത്തിൻ്റെ ഉറക്കെല്ലാം വരും. ഒരു സുന്നത്തായ ഉറക്കുണ്ട്. രാത്രി താജ് നിസ്കരിച്ചാൽ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടാവും, ഇവരും തീർന്നില്ലേ? നിസ്കരിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് എൻ്റെ ഉസ്താദ് ചോദിച്ചു, എനിക്ക് 11 വയസ്സായി. അപ്പോൾ ചോദിച്ചു, അമുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, അമുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, ഒരു മുതഅല്ലിമു തഹജ്ജുദ് ഒഴിവാക്കുകയാണോ എന്ന് എന്നോട് 11 വയസ്സായപ്പോൾ ചോദിച്ചു ഉസ്താദ്. അതിന് ശേഷം മരണം വരെ ഞാൻ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹു നമ്മളെ മുതഅല്ലിമുകൾക്ക് നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ, ആരും ഉറങ്ങല്ല. ഇൻഷാ അല്ലാഹ് നല്ല കട്ടൻ ചായയും ബിസ്ക്കറ്റും വരുന്നുണ്ട്. എനിക്ക് വെറും കട്ടൻ ചായ മാത്രം, ബിസ്ക്കറ്റ് ഇല്ല. എന്തെന്ന് അമിതായിട്ട് ചോദിക്കണം എന്താ കാരണം? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് വളരെ വളരെ യതഫക്കറു. വേണ്ട, ബുദ്ധിമാൻ ആരാണ്? ബുദ്ധി കുറെ ഒച്ച ഇടുന്ന ആൾ ബുദ്ധിമാനല്ല, കുറെ കണ്ടമാൻ എഴുതുന്ന ആൾ ബുദ്ധിമാനല്ല, എല്ലാത്തിലും ഇടപെടുന്ന ആളും ബുദ്ധിമാനല്ല. ആരാണ് ബുദ്ധിമാൻ? യതഫക്കറു, അവൻ ചിന്തിക്കുന്നു. സുമ്മ യതഫക്കറു, പിന്നെയും ചിന്തിക്കുന്നു. 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് സുമ്മ യതകല്ലമു, പിന്നെ സംസാരിക്കുന്നു. നമ്മൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കിയല്ല, നിങ്ങൾ ഓപ്പോസിറ്റ് ആക്കി. യതകല്ലമു 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 സുമ്മ യതഫക്കറു. നമ്മളെ കഥ അബൂ സിമേൻ സാഹിബ് എന്നോട് വിളിച്ചു പറഞ്ഞു, കെ.സി. റുസ, നിങ്ങൾ അത് പറഞ്ഞത് വേണ്ടാഞ്ഞി, അതെ നിങ്ങൾ പറഞ്ഞതിന് മുമ്പേ ഞാൻ ചിന്തിച്ചോണ്ടേ ഉണ്ട് പറഞ്ഞിട്ടായി. ഇത് നമ്മളെല്ലാവരുടെ കഥ, ഉമറായിൻ്റെ ഉലമാൻ്റെ നമ്മളെല്ലാവരുടെ കഥ. നമുക്ക് പറയാൻ വല്ലാതെ തിരക്ക്. ഞാൻ പറഞ്ഞില്ല എന്നാവോന്ന്. കെ.സി.യോട് എന്താ മുണ്ടാത്തെ, അബൂ സുഫിയാൻ എന്താ മുണ്ടാത്തെ, അവർ ജീവനത്തിൽ ഇല്ലേ? ഇല്ല, മരിച്ചിനി. മയ്യത്ത് മാത്രം നിസ്കരിക്കണ്ട, അല്ലാഹ് കാക്കട്ടെ. ഇവിടെ യതഫക്കറു സുമ്മ യതഫക്കറു സുമ്മ യതഫക്കറു, അതാണ് ബുദ്ധി. ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. ഞാൻ ഇതിൽ ഇടപെടണോ, സംസാരിക്കണോ, ബന്ധപ്പെടണോ, ഒച്ചയിടണോ, എഴുതണോ, ഫോണാക്കണോ, വേണ്ടേന്ന് യതഫക്കറു യതഫക്കർ 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് ആ ചിന്തയിൽ കിട്ടി ഇടപെടണം. സുമ്മ യതകല്ലമു. നമ്മളങ്ങനെയല്ല, പറയുന്നെല്ലാം പറഞ്ഞു യതകല്ലമു 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 എല്ലാം കഴിഞ്ഞു. പിന്നെ ആരോ വിളിച്ച് ചോദിച്ചു, നീ എന്തിന് ബാബായിൽ പെട്ട്? അതെ, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടുണ്ട് എന്തിനീ. ഈ കഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ കഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമാ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദിന് കുറേ കാര്യം കണ്ടുപിടിക്കാനും കേട്ടുപിടിക്കാനുണ്ട്. വിനോദനായ പണ്ഡിതന്മാർ സഖാഫി ഉസ്താദുമാരോട് ഞാൻ പറയട്ടെ, ചില സഖാഫി ഉസ്താദോട് ഞാൻ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ആ സ്നേഹത്തിലാണ്. നിങ്ങൾ സഖാഫി ആകുന്നല്ലാതെ എ പി ഉസ്താദിനെ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ശരി തന്നെ. ഒരിക്കൽ പേരോട് ഉസ്താദിനോട് ഞാൻ സംസാരിക്കും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ശരി തന്നെ, ഞാൻ എ പി ഉസ്താദ് ആവും, എന്നെ കൊണ്ട് കഴിയിടാണ്. അതാണ് എ പി ഉസ്താദ്. എത്ര ആലോചിച്ചിട്ടാണ് ഇടപെടുന്നത്, എത്ര ആലോചിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വളരെ 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 ആലോചിച്ച്. ചിലപ്പോൾ കുട്ടികളെ ഒച്ചവിട്ടുണ്ടാവും, നമ്മളെ സംഘടനയുടെ കുട്ടികൾ ചെറുപ്പക്കാർ ഒച്ചയിട്ടിട്ടുണ്ടാവും. ഉസ്താദിനോട് വിളിച്ചു പറയും, ആരും ഇടപെടാൻ സംസാരിക്കാൻ പാടില്ല, ഖലാസ് സ്റ്റോപ്പ്. ഇപ്പോ സക്കരിയ സലായി മരിച്ചു. സക്കരിയ സലായി അള്ളാഹ് പുറത്തെടുക്കും ദ്വാരക്കണ്ട, അയാൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് നമ്മളോട്. സക്കരിയ സലായി മുജാഹിദിൻ്റെ വലിയ ആളാണ്. അയാൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ വസിയത്താക്കിയിട്ടുണ്ട്, ഞാൻ മരിച്ച ആരും ദ്വാരക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മൂന്ന് ദ്വാരക്കുന്നില്ല. അള്ളാഹ് നമുക്ക് എത്ര പണി കുറഞ്ഞു. ഇതൊക്കെ നല്ല ബുദ്ധിയാണ്, നമുക്ക് പണി കുറക്കല്ലേ. അപ്പോൾ അയാൾ മരിച്ചു. അയാൾ മരിച്ചപ്പോൾ ചില നമ്മളെ സുന്നത്ത് ജമാഅത്ത് 110 സുന്നത്ത് ജമാഅത്തുള്ള ചില ആളുകൾ വാട്സപ്പിലിട്ട് ഹലാക്ക് മണ്ണ് തിന്നിട്ട് പോയി, പോയത് നന്നായി. അങ്ങനെ ചില വാട്സപ്പിൽ പ്രശ്നമായി. ഉടനെ എപ്പിസ ഇടപെട്ടു. ആരാണ് നിങ്ങൾക്കത് പഠിപ്പിച്ചത്? നമുക്ക് പൂർവികന്മാരുടെ മാതൃകയുണ്ടോ?
ഒരു മുബത്തദി മരിച്ചാൽ അവനെ ശപിക്കണമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അനങ്ങാൻ പാടില്ല. നമ്മളെ സുന്നി മൂത്തിട്ട് ഇസ്ലാമിക്ക് മൂത്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഇസ്ലാമിക്കും നമുക്ക് തീവ്രതയും അല്ലെങ്കിൽ സുന്നി തീവ്രതയും ഉണ്ടായിക്കൂടാ. ഇപ്പൊ ഒരാളുണ്ടായി മുജാഹിദ് ബാലുശ്ശേരി, വല്ലാതെ സാമാനാണ്, വേറെ വിഷയം. അയാളിപ്പോ കോയമ്പത്തൂരിൽ സുഖക്കടലായിട്ട് കിടന്നിരിക്കുന്ന സീരിയസിലുണ്ട്. അപ്പൊ ചില ആളിങ്ങനെ മെല്ലെ തുടങ്ങി ഓനും പോയാൽ തീർന്ന് മതിയാട്ടേനി. അപ്പൊ ഉടനെ ഇടപെട്ടു, വിടാൻ പാടില്ല, ഉണ്ടാവും. സുന്നി എന്ന് പറഞ്ഞിട്ട് ഈ ജാതി പ്രാന്തം സുന്നി പറ്റൂല. നമുക്കെല്ലാം മാതൃകയുണ്ട്, ഒരു തർത്തീബുണ്ട്. ആ തർത്തീബിൽ കൂടി മാത്രം സുന്നത്തി ജമാഅത്ത് പോകണം. പരിശുദ്ധ ഇസ്ലാം പറയണം. ഇങ്ങനെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹല്ല് കമ്മിറ്റികളും ആ മഹല്ലിലെ ഉസ്താദുമാരും വളരെ 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 ചിന്തിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്തും മണ്ണും ഇവിടെ വരാനില്ല. ഞാൻ ഒരു കാര്യത്തിനൊന്നും പറഞ്ഞില്ല എങ്കിൽ എന്തും വരാനില്ല. ഇവിടെ പറയാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ബഹുമാനപ്പെട്ട മണി ഉസ്താദുണ്ട്, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറയാത്തതുകൊണ്ട് ഒന്നും ആവില്ല. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ് കോളായാൽ ഇതിനെ പരിഹരിക്കാൻ എന്നെ കൊണ്ടും കഴിയില്ല, ഉറക്കൊണ്ടും കഴിയില്ല. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞത്, വമൻ സമത ഫഖദ് നജാ വമൻ സമതക ഫഖദ് നജാ വമൻ സമത ഫഖദ് നജാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് റബ്ബിൻ, അതാ എൻ്റെ ആദ്യം ഞാൻ പറഞ്ഞു, എന്താണ് നമ്മുടെ മഖ്സൂദ്, നമ്മളെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിൻ്റെ പൊരുത്തം, പടച്ച റബ്ബിൻ്റെ പൊരുത്തം. അതാണ് ഒരു മാനേജിംഗ് കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് എന്താ ചേട്ടാ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ പിരിച്ചപ്പെട്ട ആൾ നിങ്ങൾക്ക് പറയാലേ, ഞാൻ മണ്ണല്ലേ, നമ്മൾ ആരും അല്ലല്ലോ. പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മറുപടി അൽഹംദുലില്ലാ എൻ്റെ മനസ്സിനും വായിച്ച പോലെ ഉണ്ട്. നിങ്ങളൊരു മറുപടി അത് ശരിയാണ്. ചില ആള് പറയുന്ന അങ്ങനെയല്ല, പള്ളിൻ്റെ ഭരണം. ആ വാക്കെന്നെ പറഞ്ഞു, ഉസ്താദേ ഈ കുറി തന്നെ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടി, ഞങ്ങൾ നല്ലോണം മെനക്കെട്ട് കയ്യിൽ നിന്ന് പോയി, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ ഭരണം ഞമ്മക്ക്. പള്ളിൻ്റെ ഭരണം ഇതുമല്ല, നിങ്ങൾക്ക് മാറി ഭരണം മത്സരിക്കാണ്. ഭരണസമിതിക്ക് വേണ്ടി മത്സരം. ഭരണസമിതി എത്ര കുരുത്തകേടാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കുന്ന പ്രസിഡന്റാണ്, ഞാൻ അള്ളാഹുവിൻ്റെ പള്ളിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ അവസാനം മോശമായി പോകും. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ മക്കത്തും മദീനത്തും പോയാൽ അവിടെ കാണാം, സൗദിന്റെ രാജാവിന്റെ പേര് പറഞ്ഞെടുത്ത് ഖാദിമുൽ ഹറമൈനി ശരീഫൈനി, രണ്ട് ഹറമിന്റെ ഖാദിമ് എന്നല്ലാതെ ഒറ്റ രാജാവിന്റെയും പേര് വെറും രാജാവ് എന്ന് എഴുതി വെച്ചിട്ടില്ല. പള്ളിന്റെ പഴയകാലത്തൊക്കെ പള്ളി പരിപാലന കമ്മിറ്റി, അതാണ് പള്ളിന്റെ ഖിദ്മത്താക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഖാദിമീങ്ങള്. പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പള്ളിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങള്. അതിൽ പ്രസിഡന്റ് വലിയ ഖാദിമാണ്, ജനറൽ സെക്രട്ടറി വലിയ ഖാദിമാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്നതല്ലാതെ ഭരണ സംവിധാനം അല്ല. നിങ്ങളും ഞാനും അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കാനുള്ളവർ അല്ല. അള്ളാഹുവിൻ്റെ പള്ളിന് ഖിദ്മത്തെടുക്കാനുള്ള ആളുകൾ മാത്രമാണ് പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഖിദ്മത്ത്? അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ. നിങ്ങൾ നോക്ക്, പരിശുദ്ധ മദീന, പരിശുദ്ധമായിരിക്കുന്ന മദീന പള്ളിയിൽ പള്ളി അടിച്ചു വാരുന്ന ഒരു ഖിദ്മത്തെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള് മരിച്ചുപോയി. ആ മരിച്ച അയാളെ രാത്രി തന്നെ മറ അടക്കി. പള്ളി അടിച്ചു വാരുന്ന ഒരാള്, അലിമിങ്ങൾ ഹദീസിൽ കണ്ടതാണത്. പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഈ പള്ളി അടിച്ചു വാരുന്ന, ഈ ക്ലീനാക്കുന്ന, ഈ പരിപാലിക്കുന്ന ആളെ കാണാതിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നമ്മളെ ഇന്നാലുന്ന പള്ളിൻ്റെ ഖിദ്മത്തെടുക്കുന്ന ആളെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഖാലു മാത യാ റസൂലല്ലാഹ്, അവൻ ഇന്നലെ രാത്രി മരിച്ചുപോയി.
രാത്രി മരിച്ചോ? അതെ. എന്നിട്ടോ ഞങ്ങൾ രാത്രി തന്നെ അയാളെ മയ്യത്ത് മറമാടി. ഹദീസിനെ വിശദീകരിച്ചു സ്വഹാബത്ത് അദ്ദേഹത്തിന്റെ കാര്യത്തെ ഒരു ചെറുതായി കണ്ടു. ഒരു പള്ളി അടിക്കുന്നവന് രാത്രി മരിച്ചാൽ അപ്പൊ എന്നെ മറമാടുന്നല്ലാതെ അത് തങ്ങൾക്ക് എന്തിനെ അറിയിക്കാൻ വരുന്നു? ഈ ഭാഷയിലാണ് മറുപടി. മരിച്ചു, കുളിപ്പിച്ച് മറമാടി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അഫല ആദന്തുമൂനി ചോദിച്ചു, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാത്തത്? അതൊരു പള്ളി അടിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അറിയിക്കാൻ നിന്നിട്ടില്ല. തങ്ങളെ വന്നിട്ട് രാത്രി വിളിക്കണ്ടേ? തങ്ങൾ വലിയ ആളല്ലേ, ഇതൊരു പള്ളി അടിക്കുന്നവനല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മറമാടി നബിയെ. ഈ അർത്ഥം വരുന്ന വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരി, അവന്റെ ഖബർ എവിടെ? ആ പള്ളി അടിച്ചു മാറുന്നവന്റെ ഖബർ എവിടെ? അത് കാണിക്ക്. ഞമ്മ 6 ദിവസത്തിൽ 12 പ്രാവശ്യം മുക്കറി 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 കാന്നും കൂടി വിളിച്ചതല്ല, കാനം കാലം ബഹുമാനിച്ചു. വേറെ നിങ്ങാരും അല്ല കേട്ടോ, നിങ്ങളെ വിഷയമല്ല പറഞ്ഞു. നിങ്ങൾ ആക്കിയില്ലെങ്കിൽ നിങ്ങളെ വിഷയം തന്നെ, അതിന് ചേഞ്ചസും ഇല്ല. അടുത്ത എസ്എംഎൻ്റെ ക്ലാസ്സിന് എന്നെ യൂസുഫ് വിളിക്കല, വിളിച്ചിട്ട് ഞാൻ ഉണ്ടോ മരിക്കോ ജീവിക്കോ അല്ലാഹു അക്ബർ. മുക്കറി 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 മുക്കറി. ഇതൊക്കെ നമ്മൾ പുത്തം എസ്എംഎയിലൂടെ എല്ലാം മാറണം, ഒക്കെ മാറണം. പഴയ നമ്മുടെ ആ സംസ്കാരങ്ങൾ, സ്വഭാവങ്ങൾ. പണ്ട് പള്ളിൻ്റെ കുറേ അപ്പുറം എന്നിട്ടൊരു കോഴി മുടിച്ചിട്ട് മുക്കറി 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 മുക്കറി. അപ്പം മുക്കറിക്ക പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, നീ എന്തിന് പാവ കൂക്കുന്നേ? ഞാൻ വരുന്ന് കത്തി തേടുന്നുണ്ട്. എന്ത് കത്തി നിങ്ങൾ തേടുന്നത്? തളുവാറാ. ഞാൻ എത്ര നേരമായി കോഴി പിടിച്ച് കാക്കുന്നതൊക്കെ പണ്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം മുക്കറിക്കാർക്ക് ആർക്കുന്ന പണിയുമില്ല, പൈസയില്ല, എല്ലാം ഇംഗ്ലീഷായിട്ട് മാറി. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത്, പള്ളിൻ്റെ ഖിദ്മത്ത്. ആ ഒരു സ്ഥലത്ത് വാദം പറഞ്ഞു, ഒരു ഉറൂസിൻ്റെ വാദിന് പോയിട്ട്. അവിടെ ഞാൻ പറഞ്ഞു, പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ ഏറ്റവും വലിയ ഖാദിമികളാണ്. പ്രസിഡൻ്റ് ഏറ്റവും വലിയ ഖാദിമാണ്, ജനറൽ സെക്രട്ടറി വലിയ ഖാദിമാണ്. പള്ളിൻ്റെ ഉള്ളിൽ ഒരു പല്ലിൻ്റെ പിട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പിട്ടനെ പ്രസിഡൻ്റ് കണ്ട ഉടനെ പ്രസിഡൻ്റ് എടുക്കണം. മുഖറിക്കാനെ വിളിക്കാൻ പാടില്ല. മുഖറിക്കാനും വിളിച്ച് ആ മുഖറിക്ക വന്നിട്ടാകുന്നവരെ ആ നജസ് പള്ളിൻ്റെ ഉള്ളിൽ ബാക്കിയാവാൻ പാടില്ല. പെട്ടെന്ന് കണ്ട പ്രസിഡൻ്റ് തന്നെ ആ നജസ് എടുത്തിട്ട് ആ പല്ലിൻ്റെ പെട്ട എടുത്തിട്ട് പുറത്തേക്ക് എറിയണം. അതിനാണ് നിങ്ങളെ പ്രസിഡൻ്റ് ആക്കിയത് ഞാൻ പറഞ്ഞു. അതിൻ്റെ പിറകെ ഇന്നേ വരെ എന്നെ വേദന വിളിച്ചിട്ട് ആ വേദന പോയത്. അയാളൊരു മൊയിലാറാന്ന് ചോദിച്ചു പോലും. അയാളൊരു മൊയിലാറാ. പ്രസിഡന്റ് പള്ളീൻ്റെ പിട്ടെടുക്കുന്ന ആളാണ്. പ്രസിഡന്റ് എന്നല്ലെങ്കിൽ പള്ളീൻ്റെ ഉള്ളിലുള്ള പള്ളീൻ്റെ പിട്ടെടുക്കുന്ന ആളാണ് അയാൾക്ക്. അപ്പം എന്ത് മൊയിലാറ് അയാൾ? ആ ഒരു ബാലിൻ്റെ ചാൻസ് പോയി. ഞാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത്, അപ്പം ഇവിടെ എവിടെ എല്ലായിടത്തും ഉദ്ദേശിക്കുന്നത് ഭരണസമിതി ഭരിക്കുക, ഖതീബിനെ ഭരിക്കുക. നാട്ടാറെ ഭരിക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ല, പിന്നെ പണി നോക്കറാന്ന് പറയും. പിന്നെ ആരെ ഭരിക്കുന്നത്? ആ പള്ളിയിൽ മദ്രസയിലുള്ള കുറച്ച് പാവം മൊയിലാക്കാൻ മാറി. ആ ഇയാൾ മൊയിലാക്കാൻ അല്ല, സപ്പോർട്ടിൻ്റെ വിഷയമല്ലേ ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു സപ്പോർട്ട്. ആ പിന്നെ ആരെ നാട്ടാരെ ഭരിക്കുന്നില്ല. ഒരിക്കൽ താജുലുലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഇബ്രാഹിം നാജിയോട് പറഞ്ഞു, നിങ്ങൾ ദർഗാ പ്രസിഡന്റ് അല്ലേ? അതെ, ദർഗാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസിഡന്റ് അല്ല. താജുലുലമ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, നിങ്ങൾ കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റാണ്, കമ്മിറ്റി പ്രസിഡൻ്റാണ്, എൻ്റെ പ്രസിഡൻ്റ് അല്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ല, അത് ഞങ്ങളെല്ലാം പ്രസിഡന്റ് കാദ്യാർ ഓറന്നെ, ഞാനല്ല, അതിൻ്റെ ആളല്ല ഞങ്ങൾ അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ഞാനിവിടുത്തെ എല്ലാവരെയും പ്രസിഡന്റ് അല്ല നിങ്ങൾ. മഹാനായ താജുലുലമ പറഞ്ഞത് ചിലപ്പോൾ എന്തോ വിഷയത്തിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും, ഇപ്പോൾ കഴിഞ്ഞ് മരുന്ന് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ധാരണ മനസ്സൊന്ന് ഒഴിവാക്കി. പിന്നെ പള്ളിൻ്റെ ഉള്ളിൽ പിട്ട കണ്ടാൽ എന്താ മറന്ന് ഉടനെ പ്രസിഡൻ്റാ സെക്രട്ടറിയാ കണ്ട ആള്. മുദർരിസ് കണ്ട മുദർരിസ്, അബൂ സുഫിയാൻ ഉസ്താദ് കണ്ട അബൂ സുഫിയാൻ ഉസ്താദ്, ഈ KC റോഡിലെ മനുഷ്യൻ കണ്ട ഞാൻ. പിന്നെ മുക്രിക്കാക്ക് അറിയുന്ന എങ്ങനെ ഉസ്താദ് ഈ കള്ളിൻ്റെ ഉള്ള പിട്ട ഞമ്മ എടുത്തിട്ട് എറിഞ്ഞെങ്കിൽ മുക്രിക്കൊക്കെ നിന്റെ പണി? മുക്രി അറിയുന്നെങ്ങനെ? ആ എനിക്കൊരു പള്ളിൻ്റെ ഉള്ളിൽ പിട്ട ബാക്കിയാവാൻ്റെ നിലക്ക് മുക്രിക്കാൻ അറിയിക്കുന്ന കെണിയുണ്ട്. എങ്ങനെയാ? നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് മുക്രിക്കാൻ അസ്സലാമു അലൈക്കും മുക്രിക്ക വരി റായത്തന്നല്ലേ അൽഹംദുലില്ലാ. നിങ്ങളെ മുക്രിയാക്കി നിശ്ചയിച്ചപ്പോൾ നമുക്ക് വലിയ ഗുണമായി പറയേണ്ട ശൈലി.
നിങ്ങളെ മുക്രിയാക്കി ഞങ്ങൾ നിശ്ചയിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കൊണായി. ആ മുക്രിക്കാൻ നോക്കി, എന്താ ആചാരം, എന്താ ആചാരം? അല്ല, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു കാരണമായി. എന്ത് അല്ല, പള്ളിയിലുള്ള പിട്ടെല്ലാം ഞങ്ങൾ എടുത്തിട്ട് എറിയുന്നു. പള്ളിയിലുള്ള പിട്ട എറിഞ്ഞു സ്വർഗത്തിൽ കിടക്കുന്ന ഹദീസിലുണ്ടല്ലേ. അപ്പം ഇയാൾക്ക് മനസ്സിലായി, ഞാൻ പിട്ട എടുക്കുന്നില്ല, ഞാൻ പള്ളിയിലുള്ള പിട്ട എടുത്തിട്ട് പള്ളി വൃത്തിയാക്കുന്നില്ല, എൻ്റെ പണിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഇയാൾക്ക് ബോധ്യമായി. പിറ്റേന്ന് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇയാൾ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബാബാ പിട്ട ഉണ്ടാവും കണ്ട മുക്കരിക്ക നേരാ. എന്ത് നേരാവൽ മുക്കരിക്ക നേരായത്? ഇത് പ്രസിഡന്റിന്റെ സ്വഭാവം, സെക്രട്ടറിന്റെ സ്വഭാവം, മാനേജ്മെന്റിന്റെ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബിയെ, തങ്ങൾ ആ വലിയ റഹ്മത്ത് കൊണ്ട്, വലിയ കാരുണ്യം കൊണ്ട് അവിടുന്ന് തങ്ങൾ ജനങ്ങളോട് പെരുമാറണം. നബിയെ ആരോടാണ് പറയുന്നത്? മുത്തു റസൂലുള്ളാഹി തങ്ങളോട്. ഏത് സ്വഭാവത്തിൻ്റെ ഉടമയാണ്? 10 കൊല്ലം ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 10 കൊല്ലം റസൂലുള്ളാഹിന്റെ ഖാദിമായിട്ട് ഒരിക്കലെങ്കിലും വമാ ശതമനി വമാ കഹറനി വമാ ദറബനി, എന്നെ ഒരിക്കലെങ്കിലും എന്താ അനസേന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, ഒരിക്കലും എന്നെ പേടിപ്പിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല, എന്നെ ഗൗരവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല. 10 കൊല്ലം ഞാൻ ഖാദിമായിട്ട്. ആ റസൂലുള്ളാഹിയോടാണ് അല്ലാഹു പറയുന്നു, യുമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ നബിയെ, തങ്ങൾ അവിടുത്തെ വലിയ റഹ്മത്ത് കൊണ്ട് ജനങ്ങളോട് വളരെ കാരുണ്യത്തോടുകൂടി, വളരെ മയത്തോടുകൂടി, ആരെയും നമ്പലിപ്പിക്കാതെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും വേണം. ആ നിലക്ക് പെരുമാറണം നബിയെ. അങ്ങനെ പെരുമാറണം. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി. ഇനി തങ്ങൾ കടുത്ത സ്വഭാവമുള്ളവരായി പോയി, കണ്ടതിനും കേട്ടതിനൊക്കെ ദേഷ്യം പിടിക്കുന്നു, ആളുകളോട് വല്ലാത്ത ഗൗരവത്തിൽ സംസാരിക്കുന്നു, വല്ലാത്ത പേടിപ്പിക്കുന്നു, ഞാൻ വലിയ അധികാരിയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സ്വഭാവം തങ്ങൾക്കുണ്ടായാൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, തങ്ങളെ കൂടെയുള്ളവരെല്ലാം തങ്ങളെ വിട്ടുപോകും നബിയേ. ഒരു പ്രസിഡന്റ് എങ്ങനെയാവണം, ഒരു ഭരണാധികാരി എങ്ങനെയാവണം, ഒരു ആലിം എങ്ങനെയാവണമെന്ന് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മുക്കരിക്കാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ മുക്കരിക്കാൻ നന്നായത് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സ്ഥാനത്ത് മുക്കരിക്കാനെ വിളിച്ചിട്ട് ചോദിക്കും, മുക്കരിക്ക, നിങ്ങൾക്കെന്തിൻ്റെ പണി, നിങ്ങൾക്കെന്ത് സ്വറ? ഇയാൾ നോക്കിയെടുത്ത് ബാക്കി, എന്താ ബാബ എന്നെ മുക്രിയല്ലാക്കിനി? അല്ല, നിങ്ങൾക്ക് സ്വറന്ന് മുക്കരിക്ക ചൊല്ലറൂ, പറയും. കണക്ക് പള്ളിൻ്റെ കിതുമത്താ. ഞാൻ ഇന്നലെ പിട്ടെടുത്തിന, നിങ്ങളെ കൈ പൊളിഞ്ഞിന? നിങ്ങൾ എന്തിലേക്ക് ശമ്പളം വാങ്ങുന്നത്? ഇത് ഒരിക്കോ എനിമിറ്റും കണ്ടെങ്കിൽ പിട്ട ഇയാൾ എടുത്തിട്ടില്ല, പിട്ടനെ വെച്ചിട്ട് ഇയാൾ വിളിച്ചത്. ഓ ആടൽത്ത കമ്മിറ്റികളെ, ഇത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നടത്തുന്ന ആടൽത്തം അല്ല, ഇത് നിങ്ങൾ ഭരണസമിതിയാണ്, ഭരിക്കുകയാണ്. നിങ്ങളും ഞാനും ഒരാളെയും ഭരിക്കുന്നില്ല, നമുക്കത് കഴിയുന്നില്ല. അവിടെയൊക്കെ അല്ലാഹു നിങ്ങൾ കണ്ടില്ലേ, പണ്ട് കാലത്ത് പള്ളിന്റെ ഖിദ്മത്തെടുത്ത ആൾക്കാള് മരിക്കുന്ന സമയത്ത് അവരെ എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ, ജന്നത്തി. അങ്ങനെ അവസാനം ആ മരിച്ച ആ പള്ളിന്റെ ഖാദിം മുക്രിയാവട്ടെ, മറ്റ് ഖാദിമാവട്ടെ, അവരെ കൽബിന്റെ ശുദ്ധത കൊണ്ട്
ഇവിടെ കമ്മിറ്റി വേണോ? നിനക്ക് നിന്റെ അഭിപ്രായം പറയാം. പാസ്സായില്ലെങ്കിൽ നല്ലതായിരുന്നു പഠിച്ചോനെ. എൻ്റെ അഭിപ്രായം പാസ്സായിട്ടില്ലെങ്കിൽ വേണ്ടിയില്ലായിരുന്നു, പാസ്സാകാതിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ നിർത്തി. മനസ്സിലായില്ലേ? ഒരു ജമിയത്തുൽ മുഅല്ലിമിൻ്റെ SMA മഹല്ല് കമ്മിറ്റിൻ്റെ യോഗത്തിൽ ഒരു അഭിപ്രായം ഒരു ഉസ്താദ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉമറാവ് പറയുമ്പോൾ ഓൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞ അഭിപ്രായം പാസ്സായിരണ്ട. പാസ്സായി എങ്കിൽ എന്താണ്? അല്ലാഹ് എൻ്റെ അഭിപ്രായമാണ് പാസ്സായത്. ഈ അഭിപ്രായം പാസ്സായ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ദീനിന് വന്നാൽ ആഖിറത്തിൽ ഞാൻ ഏൽക്കേണ്ടി വരുമല്ലോ അല്ലാ എന്ന പേടി. ഇത് നേരെ ഓപ്പോസിറ്റ്. എൻ്റെ അഭിപ്രായം പാസ്സാകുന്നില്ല, ഞാൻ എന്തിന് വന്നിന്, ഞാൻ എന്തിന് പറയും. ഈ പിരാന്തിന് എന്ത് മരുന്നു? ഇതൊരു ജാതി സ്വക്കടാണ്. അള്ളാഹു നമ്മളെ ശിഫാക്കി തരട്ടെ. ഒരാളും ഒരു മീറ്റിങ്ങിലും ഒരു സംഘടനയിലും അഭിപ്രായം പറയുമ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ പാസ്സാക്കണം എന്ന് പറയുന്ന സ്വഭാവം ഒരു സംഘാടനക്കും നേതാക്കും പാടുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരിക്കലും അഭിപ്രായം പറയാറില്ല. വല്ല അഭിപ്രായം അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് പറയിപ്പിച്ചു. അങ്ങനെ അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായം ആ യോഗത്തിൽ ഉലമാക്കൾ പാസ്സാക്കിയാൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പൊട്ടി 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 കരയും. എന്തേ കാരണം? എൻ്റെ അഭിപ്രായം പാസ്സായല്ലോ. ഈ കാരണത്ത് കൊണ്ട് ദീനിന് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നാൽ ഞാനല്ലേ ആഖിറത്തിൽ ഉത്തരവാദിയാവുക, ഞാൻ അഭിപ്രായം പാസ്സാകാൻ വേണ്ടി പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞ് പേടിച്ച് പൊട്ടി പൊട്ടി കരയുന്നത് കാണാം. ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മളെ അഭിപ്രായം പറയലും നമ്മളെ ഇടപെടലെല്ലാം ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാകണം. ഉമറാവും ഉലമാവും ഈ നിലക്ക് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാൽ, അള്ളാഹു തആലാക്ക് വേണ്ടി പള്ളിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നവരായാൽ, അള്ളാഹുവിന് വേണ്ടി ദീന് പറയുന്നവരും ദീന് പഠിപ്പിക്കുന്നവരുമായാൽ ഒരു മഹല്ലിലും ഒരു സംഘടനയിലും പ്രശ്നങ്ങളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിൻ്റെ തൗഫീഖ് നൽകി തരട്ടെ. അള്ളാഹു നമ്മളെ ഖൽബ് ശുദ്ധമാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ഹൃദയം നന്നാക്കി തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ പടച്ചുറപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ അത് സഅയ്യം മഷ്കൂറാകുന്ന അമലിൽപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അബാഅം മൻസൂറാ എന്ന് പറഞ്ഞ വിതറപ്പെട്ട ധൂളുകളായി നശിച്ചു പോകുന്ന അമലാക്കാതിരിക്കട്ടെ. ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമറായിനോടും ഉലമായിനോടും നമ്മളെ കൊണ്ട് ദീന് നന്നാകുന്നതല്ലാതെ നമ്മളെ കൊണ്ടൊരു ഫിത്നയോ ഒരു ഭിന്നിപ്പോ ഒരാളെ അപമാനിക്കാനോ ഒരാളെ ചെറുതാക്കാനോ നമ്മളാരും ചിന്തിക്കരുത്. നമ്മൾ സ്വയം അല്ലാഹു നമ്മളെ ചെറുതാക്കി കളയും. നമ്മൾക്ക് എല്ലാവർക്കും ബഹുമാനം കൊടുക്കാം. ബഹുമാനം കൊടുത്തിട്ട് ബഹുമാനം വാങ്ങണം. മനസ്സിലായോ? അബൂ സുഫിയാൻ ഉസ്താദ് അടുത്തേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് ഹുസൈൻ സൈദിയായ ഞാൻ, എനിക്ക് കുറച്ച് വയസ്സ് കൂടുതലുണ്ടാകുന്ന ചോളി, എന്നാൽ ഞാനല്ലേ ജമിയത്തുൽ ഉലമാന്റെ സെക്രട്ടറി. അബൂ സുഫിയാന വരുമ്പോൾ ഞാനെന്തിനെനിക്കുന്നത് എന്താക്കിയിട്ടില്ല, ബഹുമാനം കൊടുത്തിട്ടില്ല. ഞാൻ ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ അബൂ സുഫിയാൻ ഉസ്താദിൻ്റെ മനസ്സിൽ തോന്നി അയാളെ ടെമ്പർ നോക്കറാ. എൻ്റെ പറഞ്ഞിട്ടില്ല മനസ്സിൽ വന്നിട്ടായി. വരുന്നല്ല ഞാൻ പറയാം. ടെമ്പർ നോക്ക്. ജമിയത്തുൽ ഉലമാന്റെ സെക്രട്ടറി ആയനങ്ങ് സെക്രട്ടറി ആക്കിയ ഞങ്ങല്ലേ, ആക്കിയ ഞങ്ങൾക്ക് എന്തും വിലയില്ലേ, അയാൾക്ക് മാത്രം വിലയാ. ഇതെല്ലാം അത് അയാൾ മനസ്സിൽ അങ്ങനെ വിലയില്ല. വന്നില്ലെങ്കിൽ മറ്റേ ചങ്ങായി വന്നിട്ട് ആക്കാണ്ടിരിക്കൽ തിരിച്ചിട്ട് അങ്ങനെയെല്ലാം വരും. അതിനു വേണ്ടി എന്താക്കിറ ഞാൻ ബഹുമാനം കൊടുക്കാം എനിക്ക്. അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ വന്നിട്ട് ഇങ്ങനെ കണ്ടോ കോത്തിപ്പിടിച്ചു. ഓപ്പോസിറ്റ് ഇങ്ങനെ നമ്മളെ ഉസ്താദ് മജാറാക്കിണ്ട് ഉസ്താദ്മാർ, സദർ ഉസ്താദ് അല്ലെങ്കിൽ ഖത്തീബ് ഉസ്താദ് റൂമിൽ ഇരിക്കുന്നുണ്ട്. ജമാഅത്തിൻ്റെ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റ് കസാലിൽ പാങ്ങല ഇരുന്നിനി. എന്തോ പ്രസിഡന്റ് ഇയാൾ കുറച്ച് തെറ്റീനി. അത് തീർക്കാൻ വേണ്ടി കാലിൻ്റെ മേലെ കാൽ വെച്ചു. പ്രസിഡന്റ് വരുമ്പോൾ ഇങ്ങനെ മുക്കറിക്ക് ചോദിച്ചു, അതെന്താ ഉസ്താദ് നിങ്ങൾ പ്രസിഡന്റ് കാലം വരുമ്പോൾ കാലിൻ്റെ മേക്ക് കാൽ വെച്ചിട്ടുണ്ട്, അതൊരു ടെമ്പർ ഉണ്ട് കുറച്ച് കണ്ട. ഈ ടെമ്പർ തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മൊയിലാരെ അങ്ങനെയല്ല ടെമ്പർ തീർക്കേണ്ടത്. ആ മനുഷ്യൻ ആ പ്രസിഡന്റ് ആ ഉമറാ കയറി വരുമ്പോൾ നീ എണീറ്റ് നിൽക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചത് കണ്ടോ നിങ്ങൾ? മദീന പള്ളിൻ്റെ അകത്ത് മെഹ്റാബിൻ്റെ അടുത്ത് ഹബീബായ റസൂലുള്ള ഇരുന്ന് സ്വഹാബത്തിന് ഇങ്ങനെ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്തൊരു സാധാരണക്കാരനായ സ്വഹാബി മദീന പള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുന്ന സ്ഥലത്തുനിന്ന്
ഒന്നിങ്ങനെ അനങ്ങി ആ വന്നാളെ ബഹുമാനിക്കുന്നൊരവസ്ഥക്ക് എണീക്കുന്നൊരവസ്ഥ പോലെ അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടി ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിൻ്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കും? റബ്ബേ, ഹബീബായ റസൂലുള്ളാഹി എന്നെ കാണുമ്പോൾ അവിടുന്ന് കണ്ടോ ബഹുമാനിച്ചു, അല്ലെങ്കിൽ എന്നൊക്കെ എന്തൊരു ബഹുമാനം തന്നു. എന്താണ് ആ സ്വഹാബിൻ്റെ കൽബിൽ? ഒരിക്കലും ആ റസൂലുള്ളാഹിയുള്ള ബഹുമാനം വിട്ടുപോകുമോ? ബഹുമാനം കൊടുത്തിട്ട് ബഹുമാനം വാങ്ങുക. ഈ നിലക്ക് നമ്മുടെ ഉമറാവും ഉലമാവും, ഇനി ഉമറാ ഒരു വേഷയിൽ ആ തിരിയുന്ന കസാലയിൽ പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, സദർ ഉസ്താദ് വരികയാണ്, ഖത്തീബ് വരികയാണ്. അപ്പോൾ പ്രസിഡന്റിന്റെ കൽബിൽ തോന്നുന്നത് അയാൾ നമ്മളെ ശമ്പളം വാങ്ങുന്ന ആളല്ലേ, നീ ഈ കസാലക്ക് പറ്റിയോനല്ല, നിന്നാരെ കൊടുന്ന് ഇരുത്തിയതാണ്, ഈ ഇരുത്തൽ നിന്റെ ഹലാക്കാണ്, നാശാണ്, നീ ഇതിന് പറ്റിയ ആളല്ല. ഞാനത് തീർത്ത് പറയുന്ന എൻ്റെ ഉമറാക്കളോട് സ്നേഹമുള്ളത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ കെ ഉസ്താദിൻ്റെ റൂമിലേക്ക് ഒരു ചെറിയ മുതഅല്ലിം വന്നു. ആ സമയത്ത് പറഞ്ഞത് തങ്ങളാണ്. ആ സമയത്ത് ഈ കെ ഉസ്താദ് എണിച്ചെടുത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ആ തങ്ങളെ കുട്ടിനെ മഹാനായ ശംസുൽ ഉലമ ഇരിക്കുന്ന സ്ഥലത്ത് കൊടുന്നിച്ചിരുത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ള ആളത്തെ തങ്ങളൊരു മുതഅല്ലിം റൂമിലേക്ക് വന്നാൽ ആ മുതഅല്ലിമിനെ ബഹുമാനിച്ചിട്ടിരിക്കാൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾ എവിടെയാ കുട്ടി, നിങ്ങളെന്നാ ചോദിക്കണത്? നമ്മളെവിടുന്ന് സംസ്കാരം പഠിച്ചു, നമുക്ക് എങ്ങനെ ശമ്പളക്കാരൻ തോന്നിയത്? ആര് ശമ്പളം കൊടുക്കുന്നത്? എന്ത് ശമ്പളം കൊടുക്കുന്നത്? വളരെ സൂക്ഷിക്കണം നമ്മൾ. ആ ഉസ്താദ് വരുമ്പോൾ, ഒരു മുഅല്ലിം വരുമ്പോൾ, പ്രസിഡന്റായ ജനറൽ സെക്രട്ടറിയായ ഉമറായ നമ്മളൊന്ന് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിനെക്കാളും വലിയൊരു പ്രസിഡന്റ് ഇവിടെയുണ്ടോ? റസൂലുള്ളാഹിനെക്കാളും വലിയൊരു പണക്കാരൻ ഇവിടെയുണ്ടോ? നേതാവുണ്ടോ? നിന്റെ ചന്തി എന്തേ അനങ്ങുന്നില്ല? നീ എന്തേ ഒന്ന് അനങ്ങുന്നില്ല? നീ എന്തേ നിന്റെ ആ കനത്തിൽ തന്നെ ഇരിക്കുന്നെന്താ? ഉമറായിനോട് സ്നേഹമുള്ളത് കൊണ്ട് നമ്മളൊരു കൂട്ടായ്മയാണിത്. SMA നമുക്ക് ഇതേപോലെ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. അള്ളാഹിൻ്റെ സ്വർഗത്തിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടണം. അവിടെ ഞാൻ വേറെയും നിങ്ങളെ വേറുമായി കൂടാം. എന്നെ അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന കണ്ടാൽ എൻ്റെ ഉമറാക്കളെ നിങ്ങളെല്ലാവരും അതിൽ ഇടപെടണം. അയാൾ ഞങ്ങളടുത്ത് വന്നിട്ട് നിന്റെ ദീനിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു, അതുമുതൽ ഞങ്ങളെ ജീവിതം നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നീ അയാളെ തെറ്റിൻ്റെ കാരണം കൊണ്ട് റബ്ബേ നീ അയാളെ നരകത്തിൽ കൊണ്ടുപോവല്ല, ഞങ്ങളെ കൂടെ സ്വർഗത്തിൽ വരണമെന്ന് എൻ്റെ ഉമറാക്കളെ, സംഘടനാ നേതാക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അതാണ് നിങ്ങളെയും എൻ്റെയും കടമ. അതേ സ്ഥാനത്ത് നിങ്ങളെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന കണ്ടാൽ ആ സമയത്ത് മിസ്കീനായ ഞാൻ അള്ളാഹിൻ്റെ സ്വർഗവിഭാഗത്ത് കടക്കുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിഷയത്തിൽ ഞാൻ ഇടപെടണം. ഇതാണ് നമ്മളെ സംഘടനാ ബന്ധം. ഇതിനാണ് ഈ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാനാണ്, എൻ്റെ ആഖിറം രക്ഷപ്പെടാനാണ്. സോപ്പിട്ട് ബഹുമാനിച്ച് ചിരിപ്പിച്ചു പോയാൽ ഞാൻ ദുനിയാവിൽ നല്ലവനാകും. ആഖിറത്തിൽ നിങ്ങൾ പറയും ആ മനുഷ്യനെന്ന് പറയാതെ ഞങ്ങളെ സോപ്പിട്ട് വലുതാക്കി പോയതാണ് റബ്ബേ, അക്കാരണം കൊണ്ട് ഞങ്ങളെ ശിക്ഷയും അവൻ്റെ കഴുത്തിലേക്ക് നീട് റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പരസ്പരം ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുക. ആരും ചെറുതാവൂല, ഒരാളും ചെറുതാവൂല. ബഹുമാനം കൊടുക്കാതിരിക്കുന്നവൻ അവനാണ് ചെറുതാകുന്നത്. ഈ നിലയ്ക്ക് നമ്മളെ നിത്യജീവിതത്തിലും ബാല്യഭരണത്തിലും അത്രയും സ്നേഹത്തിലും യോജിപ്പിലും. ഒരു മൊയിലാർക്ക് ഒരു നാട്ടിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അയാൾ പൊട്ടിക്കരയണം. എന്തുകൊണ്ട്? വിടേണ്ട ചിലപ്പോൾ വിടും. ഇങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റുമായി എനിക്ക് ഇത്ര സ്നേഹത്തിൽ കഴിയാൻ വേറൊരു നാട്ടിൽ പോയിട്ട് കഴിയോ എന്ന് ആ ആലിമിൻ്റെ കണ്ണിന്ന് വെള്ളം വരണം. അന്നലക്കുള്ള ഉമറാ നേതൃത്വം അൽഹംദുലില്ലാഹ്. അതേപോലെ ഒരു ആലിമ് ഒരു നാട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥ വന്നാൽ ഇങ്ങനെ നമ്മളോട് പെരുമാറുന്നൊരു മൊയിലാരി, ഒരു ആലിമിനെ നമുക്ക് കിട്ടോ? ഇങ്ങനെ സ്നേഹം അടുത്ത ഉമറായിൻ്റെ ആഖിറത്ത് കമ്മിറ്റിക്കാരെ കൽബിൽ വരണം. ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം. ഇത് ലാസ്റ്റ് ഫോൺ അന്ന് ജുമാക്കണിച്ചിട്ട് ഉസ്താദിൻ്റെ ഒരു പ്രസംഗം, ഉപ്പ് തിന്നും വെള്ളം കുടിക്കും. ആര് എന്നെ ഇടുന്ന അയക്കം കാരണായിന് ഓനെ ഞാൻ ദുന്യാവൊന്നും മറക്കല, ആഖിറത്ത് മറക്കല. കണ്ടാ ഈ കാട്ടു സ്വഭാവം നമ്മൾ പറ്റ ഒഴിവാക്കിയിട്ട്
വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബ ബിഹാലി ഇബ്തിറാകിൻ മിൻഹുമാ വബിസാലി. നമ്മൾ നിൽക്കുന്നതും അവിടുന്ന് പിരിയുന്നതും രണ്ടും സ്നേഹത്തിലും സന്തോഷത്തിലും ആയിരിക്കണം. ആ നിലക്ക് നാട്ടിൻ്റെ മഹല്യത്തിലെ ആളുകളും ഇരിക്കുന്ന ഉലമാക്കളും അങ്ങനെ ആവണം നമ്മളെ പോക്ക് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട കറുവേൽ തങ്ങൾ, സാദാത്ത് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ മരിച്ചതിൻ്റെ 2-ാം ദിവസം 3-ാം ദിവസം അവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അറിയുമ്പോൾ താമസിച്ചു. ആ വന്നപ്പോൾ 2 പേരൊക്കെ ഞാൻ പോയി. ഒന്ന് തങ്ങളെ പെങ്ങളെ കുട്ടി ഒരു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു. ആ 2 പേരൊക്കെ ഞാൻ പോയിട്ട് അതിനുശേഷം നടന്ന എല്ലാ പരിപാടികളിലും അവരെ ഓർമ്മിച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകി ആദരിക്കുമ്പോൾ നൽകണേ റഹ്മാനേ. ആ ഖബറിലെപ്പോഴും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ട് സന്തോഷിക്കുന്ന ഖബറിൽ ബഹുമാനപ്പെട്ട കരൂൽ സാദാത്ത് തങ്ങളെ ഖബർ നീ ആക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അധ്വാനിക്കുന്നൊരു നേതൃത്വമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അതിൻ്റെ പരിസരത്തൊരു സ്ഥലത്ത് 2, 3, 4 കിലോമീറ്റർ അപ്പുറം ഒരു പുരകുടിയലുണ്ട്. അകവക്കലുണ്ട് പുരകുടി. അപ്പം ആ പുരക്കാരൻ പറഞ്ഞു പോലും, തങ്ങളെ ഞാൻ കാറാക്കിയിട്ട് അയക്കണോ? അപ്പം പറഞ്ഞു, കാറ് വേണ്ട, ഞാൻ റിക്ഷ പിടിച്ചിട്ട് വരാം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. ആ പുരക്കാരൊരു കാറ് വാടകൻ്റെ കാറെടുക്കുമ്പോൾ ആ കാറിൻ്റെ പകുതി പൈസ കൊണ്ട് റിക്ഷ പോകുമല്ലോ. അതാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത മനസ്വത്വം. മഹാനായ തങ്ങളെ കൽബിൻ്റെ വിശാലത ഇതാണ്. തങ്ങൾക്ക് എനിക്ക് കാറാക്കി എന്ന് പറയാം. അവൻ വാടക കൊടുക്കാണ്ടിരിക്കട്ടെ, നമുക്കെന്താ, അവൻ്റെ പൈസയല്ലേ. അതല്ല തങ്ങളെ കൽബ്. അതൊറ്റ വാക്കുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ റിക്ഷയിലാണ് പോകുന്നത്. ആ റിക്ഷയാണ് ഇടക്ക് വെച്ച് പൾട്ടിയാകുന്നത്, മറിയുന്നത്. അവിടെയാണ് ആ ഡ്രൈവറും തങ്ങളും മാത്രം ഒറ്റപ്പെടുന്നു. രാത്രി 4 മണി സമയത്ത് ആർക്കും വിളിക്കാനും അറിയാനും കഴിയാത്തൊരു സന്ദർഭം. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളെ കൽബ്, ഒരാൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാവണ്ട, അവനക്ക് സാമ്പത്തികമായും മറ്റ് വിഷം വന്നുകൊണ്ട, ഞാൻ സഹകരിക്കേണ്ടത് ഒരു സയ്യിദ് നിലക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി എന്ന നിലക്ക് എനിക്കെൻ്റെ ഉപ്പാപ്പ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് OSMയുടെ പ്രസിഡന്റായ വലിയ തങ്ങളവറുകൾ ഒരു ചെറിയ റിക്ഷ പിടിച്ച് കാറ് കയക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ റിക്ഷയിൽ പോയപ്പോഴാണ് അത് അപകടം ഉണ്ടായത്. അള്ളാഹു നോക്കുന്നത് എൻ്റെയും നിങ്ങളെ കോലത്തിലേക്കല്ല, എൻ്റെയും നിൻ്റെ സംസാരത്തിലേക്കല്ല, എൻ്റെയും നിൻ്റെ കൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ആ കൽബ് ശുദ്ധമായ, വളരെ താഴ്മയുള്ള, എവിടുന്ന് കണ്ടാലും ഒരു തങ്ങളെന്ന വലിയ മഹത്വം പ്രകടിപ്പിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ നമ്മളോടൊക്കെ പെരുമാറുന്നത് കാണാം. ആദ്യം എനിക്ക് പരിചയമില്ലാതിരിക്കുമ്പോൾ മൂപ്പറ സ്വഭാവം കണ്ട് ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? ആ പറഞ്ഞു, തങ്ങളാണ്, ഇത് കരൂർ സാദാത്ത് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ വേഗം പോയി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മുത്തി. ആദ്യം എൻ്റെ കൈ പിടിച്ച് അയാൾ മുത്തിയിരുന്നു. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കൈ കൊടുത്തതാണ്. പിന്നെ ഞാൻ ചോദിച്ചു, ഇതാരാണ്? ഇത് കരൂർ സാദാത്ത്. ആ പഠിച്ചു, ഞാൻ റബ്ബേ എൻ്റെ കൈ മുത്തി. ഉടനെ പോയി അയാൾ കൈ പിടിച്ച് മുത്തി. ഞാൻ പറഞ്ഞു, തങ്ങളെ മാപ്പാക്കണം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൈ തരൂലായിരുന്നു, എനിക്കറിയില്ല. ഇതല്ലേ സഹോദരന്മാരെ, എൻ്റെ കൈ തങ്ങമുത്തി, ആ വലിയാള് മുത്തി എന്ന് പറഞ്ഞ ജഹാലത്ത് നമ്മളെ കൽബിൽ വരാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ വലിയ ശുദ്ധതയായ കൽബിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അള്ളാഹു തആല അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കാൻ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. ദിവസങ്ങൾ 1-2 കഴിഞ്ഞാലും ആ അപകടത്തിന് ശേഷം ദുനിയാവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഷഹീദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു തആല അവർക്ക് നൽകാൻ ഉദ്ദേശിച്ചത്. ആ ഷഹീദിൻ്റെ പ്രതിഫലം കൊണ്ട് അള്ളാഹു അവരെ ആദരിക്കുമാറാകട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട്. അതുപോലെ ആ കുടുംബത്തിന് മുമ്പ് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കുട്ടി, ചെറുപ്പക്കാർ 16-17 വയസ്സുള്ള കുട്ടി, അള്ളാഹുവേ ആ കുട്ടിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മശായിഖന്മാർ, ഈ അടുത്ത് മരിച്ച കങ്കനാട് ഇസ്മായിൽ ഉസ്താദ് മിത്തൂറിൻ്റെ പരിസരത്ത് അയാൾ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഒരുപാട് ആലിമീങ്ങളും സാദാത്തുക്കളും ഞങ്ങളുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും അതുപോലെ കേരളത്തിലും കർണാടകയിലും മൊത്തം ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്.
എല്ലാവരും ഖബറും നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. അദാബിൻ്റെ കുഴിയാക്കല്ലേ അല്ലാ. അവരെയും തങ്ങളെയും കുടുംബത്തെയും ഞങ്ങളെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവരെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് ശുദ്ധമാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയം ശുദ്ധമാക്കണേ അല്ലാ. ഞങ്ങളെ കോലം ശുദ്ധമാക്കി ഞങ്ങളെ പേരും പ്രശസ്തിയും മാത്രം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഖൽബ് നീ നശിപ്പിക്കല്ലേ അല്ലാ. ശുദ്ധമായ ഖൽബ് നൽകണേ അല്ലാ. തവാളുള്ള ഖൽബ് നൽകണേ അല്ലാ. അനുസരണമുള്ള ഖൽബ് നൽകണേ അല്ലാ. ധിക്കാരികളിൽ പെടുത്തല്ലേ അല്ലാ. കിബറുള്ളവരിൽ പെടുത്തല്ലേ അല്ലാ. ഒരു വിഷയത്തിലും അഹങ്കാരിയാക്കല്ലേ അല്ലാ. ഞാനേയുള്ളൂ എനിക്കേ അറിയുള്ളൂ എന്ന തോന്നൽ ഞങ്ങളെ മനസ്സിൽ നീ തരല്ലേ അല്ലാ. ഞാൻ സാധുവാണ്, പാവമാണ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല, എനിക്കൊന്നും കഴിയില്ല. ഈ ഒരു സ്വഭാവത്തിലേക്ക് താഴ്മയുടെ ആളുകളാക്കി ഞങ്ങളെ നീ വളർത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങളെല്ലാ സംഘാടകരെയും വളർത്തണേ അല്ലാ. ഈ SMAയുടെ നേതൃത്വങ്ങൾക്കും ഇതിൻ്റെ ഖാദിമീങ്ങൾക്കും ഉലമാഉമറായിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ അഭിവൃദ്ധിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ സംഘടനകൾക്കും മാതൃകയാകുന്ന ഒരു മാതൃകാ സംഘടനയായി ഞങ്ങളെ SMA നീ വളർത്തി നിലനിർത്തി തരണേ അല്ലാ. അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി ഒളുവോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തണേ അല്ലാ. അത് നടു റോട്ടിലോ അപകടത്തിലോ വെള്ളത്തിലോ ആവാതെ ഞങ്ങളെ കുടുംബങ്ങളോട് വസിയത്ത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ദുആറക്കണമെന്ന് വസിയത്ത് പറഞ്ഞു. ജാമിയ സഅദിയയുടെ 55ാമത്തെ കൊല്ലത്തിൻ്റെ വാർഷികം നവംബർ 22, 23, 24 തീയതികളിൽ സഅദിയിൽ വെച്ച് കാസർഗോഡ് നടക്കുന്നുണ്ട്. SMA അതിൻ്റെ എല്ലാ പ്രചരണങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കൂടെയുണ്ടാവണം. ഈ ജൂലൈ അവസാനം മംഗലാപുരത്ത് ടൗൺ ഹാളിൽ വെച്ച് ആ സമ്മേളനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് നടക്കും. ഇവിടെയുള്ള മുഴുവൻ SMAയുടെ ഉമറാക്കളും ഉലമാക്കളും നിങ്ങൾക്ക് ഡേറ്റ് അറിയിക്കും, നിങ്ങളെ ക്ഷണിക്കും. നിങ്ങളെല്ലാവരും അവിടെ വന്ന് മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾ സാദാത്തുക്കളുടെ ആ സദസ്സ് വന്ന് ഭംഗിയാക്കി ആ സമ്മേളനത്തിൻ്റെ പ്രചരണം മുൻകാലത്ത് ഏറ്റെടുത്ത പോലെ SMA ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്നും കൂടി മഹാന്മാരായ മശായിഖന്മാർക്ക് വേണ്ടി നിങ്ങൾ അറിയിച്ചു. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.